2024 ഇന്ത്യൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പലവിധ കാര്യങ്ങളാൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളുടെ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ശ്രദ്ധേയമാംവിധം ഇടം പിടിക്കുന്നതാണ്. അതിൽ ഏറ്റവും ഒന്നാമതായി ഇടം പിടിക്കുക ഒരു പ്രധാനമന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നയോളം നടത്തിയിട്ടുള്ള ഏറ്റവും അശ്ലീലവും വർഗീയ വിഭജിതവുമായ വിഷലിപ്തമായ പരാമർശങ്ങളുള്ള തെരഞ്ഞെടുപ്പ് എന്ന നിലയിലായിരിക്കും. ഒരു സംശയവും ഉണ്ടാവേണ്ടതില്ല. ഇന്നയോളമുള്ള ഇന്ത്യയുടെ ചരിത്രത്തിൽ RSSന്റെ പ്രചാരകരായി തന്നെ പ്രധാനമന്ത്രിമാർ ഉൾപ്പെടെ എത്രയോ പ്രധാനമന്ത്രിമാരെ എന്റെയും അങ്ങയുടെയും രാഷ്ട്രീയ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ചരിത്രപാഠങ്ങളിൽ നമ്മൾ ദർശിച്ചിട്ടുണ്ട്, വായിച്ച് പഠിച്ചറിയാനൊക്കെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ 75 വർഷക്കാലം തികയുന്ന ഇന്ത്യൻ ചരിത്രത്തിൽ ഏറ്റവും വിഷം തുപ്പിയ പ്രധാനമന്ത്രി ആര് എന്ന ചോദ്യത്തിന്റെ മറുപടിയായിരിക്കും 2024 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന RSSന്റെ പ്രചാരകൻ ആദരണീയനായ നരേന്ദ്രമോദിയുടെ പേര് എന്ന് പറയുന്നത്. അങ്ങ് സൂചിപ്പിച്ചു, വിവിധ സ്ഥലപ്പേരുകളിൽ വിവിധ യോഗങ്ങളിൽ അദ്ദേഹം നടത്തിയ പ്രഭാഷണങ്ങൾ. ഞാനൊന്നും അതിന്റെ ആകത്തുകയിലേക്ക് വിശദീകരണത്തിലേക്ക് ഇപ്പൊ പോകുന്നില്ല. എന്തുകൊണ്ട് മാറ്റി മാറ്റി പറയുന്ന ലക്ഷണമൊത്ത ഒരു കള്ളനായി RSSന്റെ പ്രചാരകനായി നമ്മുടെ പ്രധാനമന്ത്രിക്ക് മാറേണ്ടതായി വന്നു? ഈ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റ് എന്ന മോഹന വാഗ്ദാനവുമായിട്ടാണ് സംഘപരിവാർ രാഷ്ട്രീയം അവരുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം പിന്നിടുമ്പോൾ തന്നെ BJPക്ക് ബോധ്യം വന്നു, തങ്ങളുടെ കാലിനടിയിലെ മണ്ണ് ഒരിറ്റു പോലും അവശേഷിക്കാതെ ഇന്ത്യയുടെ ജനതയൊന്നാകെ തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി പോകുന്നു എന്ന് ബോധ്യം വരുന്നു. അപ്പോൾ ജനജീവിതത്തെ മാറ്റിയതിനെ സംബന്ധിച്ച്, വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച്, ഭവനരഹിതർക്ക് ഭവനം കൊടുത്തതിനെ സംബന്ധിച്ച്, കുടിവെള്ള പദ്ധതിയെ സംബന്ധിച്ച്, യുവാക്കൾക്ക് തൊഴിൽ കൊടുത്തതിനെ സംബന്ധിച്ച്, ഇന്ത്യയുടെ ജനജീവിതത്തെ മുമ്പോട്ടേക്ക് നയിച്ചതിനെ സംബന്ധിച്ച്, ദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്തതിനെ സംബന്ധിച്ച്, പട്ടിണി അകറ്റിയതിനെ സംബന്ധിച്ച്, മെച്ചപ്പെട്ട മനുഷ്യജീവിതം സാധ്യമാക്കിയതിനെ സംബന്ധിച്ച്, ആധുനിക സാങ്കേതിക വിദ്യകളിൽ ഇന്ത്യ നേടിയ മുന്നേറ്റത്തെ സംബന്ധിച്ച്, ഇതിനെ സംബന്ധിച്ചൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട, സംവാദങ്ങളാൽ അനുഗ്രഹീതമാകേണ്ട ഒരു തെരഞ്ഞെടുപ്പിനെ ഹിന്ദു മുസ്ലിം വർഗീയതയുടെ അങ്ങേയറ്റം നുണപ്രചരണം കൊണ്ട് തകർത്ത് തരിപ്പണമാക്കുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ചെയ്തത്. ഞാൻ ചുരുക്കുന്നു. സാധാരണഗതിയിൽ നമ്മുടെ എല്ലാവരുടെയും അനുഭവങ്ങളിൽ നമ്മുടെ നാട്ടിലെ കവലയിൽ കാണും ഏതെങ്കിലും ഒരു അന്തസ്സില്ലാത്ത ഒരു വർഗീയവാദി. എന്റെ അനുഭവങ്ങളിൽ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത് കേരളത്തിലെ BJPയുടെ നേതൃത്വത്തിന് കീഴിലാണ് ഏറ്റവും അന്തസ്സില്ലാത്ത ഇന്ത്യയിലെ വർഗീയവാദികൾ ഉള്ളത് എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിലെ അന്തസ്സില്ലാത്ത വർഗീയവാദികൾക്ക് ആശ്വസിക്കാൻ വക നൽകുന്നതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓരോ പ്രസംഗവും. തങ്ങളെക്കാൾ അന്തസ്സില്ലാത്ത, ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഏറ്റവും അന്തസ് കെട്ട ഒരു വർഗീയവാദി ആര് എന്ന് ചോദിച്ചാൽ അതിന് ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയം ഒരു BJP ഒരു മറുപടി നൽകുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഓരോ പ്രസംഗവും അതിന്റെ ഉള്ളുകള്ളികളെ തുറന്നുകാട്ടും വിധം ഇന്ത്യയുടെ ജനങ്ങൾ, ഇന്ത്യയുടെ വർഗീയ വിരുദ്ധ പ്രതിപക്ഷ രാഷ്ട്രീയ ചേരി അന്തസ്സുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തോടുകൂടെ തുറന്നു കാട്ടുക മാത്രമല്ല, പല ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ഈ വിഷം തുപ്പുന്ന വർഗീയ പ്രചരണങ്ങൾക്ക് പ്രവേശനം പോലും ഉണ്ടായിരുന്നില്ല. അവർക്ക് പ്രവേശനം നിഷേധിച്ചത് ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരോ പ്രവർത്തകരോ മാത്രമല്ല, ഇന്ത്യ എല്ലാവരുടേതുമാണ്. ബഹുസ്വരതകളുടെ വിസ്മയമാണ് ഇന്ത്യ എന്നത്. ലോകത്തിന് മുമ്പിൽ ഒരു അത്ഭുതമാണ് എന്ന് വിശ്വസിക്കുന്ന ഇന്ത്യയിലെ സാധാരണക്കാർ, പാവങ്ങൾ, നിരക്ഷരർ, കർഷകർ, നിസ്വരായ മനുഷ്യർ, അവരാണ് ഹൃദയം കൊടുത്തും ഈ വർഗീയത ഇന്ത്യയിൽ നിന്ന് തൂത്തെറിയും എന്ന് പ്രഖ്യാപിക്കുന്നത്. ആ പ്രഖ്യാപനത്തിന് മുമ്പിൽ പലതവണ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അടിതെറ്റി.